ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കപ്പ ബിരിയാണിയാണ്. കപ്പ ബിരിയാണിക്ക് ആവശ്യമായ കപ്പയിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഇട്ട് വേവിക്കുക. പിന്നെ ബീഫാണ് ഞാൻ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത്. ബീഫിലേക്ക് നമുക്ക് ആവശ്യമായ കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇവ ചേർത്ത് കുറച്ച് സമയം മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 1 അവർ നമ്മളത് മാറ്റി വെക്കുക. നല്ലപോലെ മിക്സ് ചെയ്യണം. എല്ലാവിടെയും എത്തി എല്ലാ പീസുകളിലും നമ്മുടെ ഈ മസാലകൾ ആകത്തക്ക വിധം നല്ലതുപോലെ കൈവച്ച് മിക്സ് ചെയ്ത് വെക്കുക. ഒരു മണിക്കൂറെങ്കിലും നമ്മൾ കുറഞ്ഞത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം അതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കുക. അതിനുശേഷം വെന്ത കപ്പ നല്ലതുപോലെ ഒരു തവി വെച്ച് നല്ലതുപോലെ ഉടച്ചെടുക്കുക. ഉടഞ്ഞതിന് ശേഷം ഒരു ചീനച്ചട്ടിയിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഉള്ളി വഴറ്റുക. ഉള്ളി വഴന്നു കഴിഞ്ഞാൽ അതിൽ മസാലകൾ ആഡ് ചെയ്യണം. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് മുളക് പൊടി, മഞ്ഞൾ പൊടി, മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഗരം മസാല, മീറ്റ് മസാല. ഇത് നല്ലതുപോലെ അതിൻ്റെ പച്ചമണം മാറണ വരെ നല്ലതുപോലെ വഴറ്റി എടുക്കുക. ഇത് മസാല നല്ലതുപോലെ വഴന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് വെള്ളത്തോടു കൂടി തന്നെ ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ആക്കുക. മിക്സ് ചെയ്ത് ഇതിനെ തിളക്കാൻ വിടുക. തിളച്ച് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വരണ്ട് വരാൻ വേണ്ടിയാണ് വെക്കുക. വെള്ളം വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുക. കുറച്ച് വെള്ളം ബാക്കി വരുന്ന വിധത്തിലാകുമ്പോൾ ആ സമയത്ത് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ആക്കുക. ഉടയാൻ ബാക്കി ഉണ്ടായിരുന്ന കപ്പ നമുക്ക് ആ സമയത്ത് ഈ ബീഫുമായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കത് നല്ലതുപോലെ ഉടച്ച് എല്ലാ പീസുകളും കപ്പയും എല്ലാം കൂടെ നല്ല മിക്സായി വരുന്നത്ര വിധത്തിൽ നമ്മളിതിനെ ഉടച്ച് നല്ല മിക്സാക്കി കൊടുക്കുക. എങ്കിലേ കപ്പയിലേക്കും കൂടെ ഈ ബീഫിൻ്റെ ആ ഒരു ടേസ്റ്റും സ്മെല്ലും എല്ലാം നല്ലോണം പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി ആവുള്ളൂ. ഇതുപോലെ ഇതിൽ നിങ്ങൾക്ക് കാണാം എല്ലാ കപ്പയും നല്ല സ്മാഷായി ബീഫുമായി ചേർന്ന് അതിൻ്റെ മസാലകളൊക്കെ അതിൽ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതുപോലെ കുറച്ച് ഉള്ളി പീസുകളും കുറച്ച് മല്ലിയിലയും ചേർത്ത് ഇതുപോലെ നമുക്ക് വിളമ്പാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. താങ്ക് യു.